നല്ല ലക്ഷണം കേൾക്കുന്നതാണ് ഇഷ്ടം. അതാണ് എനിക്കിഷ്ടമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയുഅ്ജിബുനിൽ ഫഅൽ, എനിക്ക് ശുഭലക്ഷണം ഇഷ്ടമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഭലക്ഷണം ഇഷ്ടമാണ്. ഫഅൽ എന്ന് പറയുന്നത് ഓപ്റ്റിമിസം എന്ന് പറയും. എപ്പോഴും നമ്മുടെ മുമ്പിൽ നല്ലത് വരും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഖന്തഖ് യുദ്ധം നടക്കുകയാണ്. വലിയൊരു പാറക്കല്ല് സ്വഹാബികൾക്ക് പൊട്ടിച്ചെടുക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ്. വയുഅ്ജിബുനിൽ ഫഅൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ വലിയൊരു പാറക്കല്ല് പൊട്ടിച്ചെടുക്കാൻ കഴിയാതെ സ്വഹാബിമാർ വിഷമിച്ചൊരു രംഗം നമ്മൾ ഓർക്കുക. ഒരു JCB ഇല്ല, ഒരു ഫോർക്ക് ലിഫ്റ്റ് ഇല്ല പാറകൾ പൊക്കിയെടുക്കാൻ. മദീനയുടെ ഒരു ഭാഗം കിടങ്ങുകുഴിക്കുകയാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവാണ് അതിന് ആ ഒരു അഭിപ്രായം നബിയോട് പറഞ്ഞത് എന്ന ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങളുടെ അഭിപ്രായ പ്രകാരം കിടങ്ങുകുഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ ത്യാഗമാർന്ന പണിയായിരുന്നു. ഹബീബായ തങ്ങളും അവരോടൊപ്പമുണ്ട്. ഫവല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സ്വല്ലൈനാ. അല്ലാഹുവേ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എവിടുന്ന് സന്മാർഗ ദർശനം ലഭിക്കാൻ? മഹ്തദൈന, പടച്ചവനെ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എവിടുന്ന് ഹിദായത്ത് ലഭിക്കാൻ? ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. അല്ലാഹുവേ, അതുകൊണ്ട് കാലുകൾക്ക് ഉറപ്പ് നൽകണമേ. ശത്രുക്കൾ ഞങ്ങളെ കണ്ടുമുട്ടുന്ന നേരത്തെ പിന്തിരിഞ്ഞോടാതെ കാലുകൾക്ക് ഉറപ്പ് നൽകണേ, ഹൃദയങ്ങളെ പിടിച്ചു നിർത്തേണമേ. ഇത് പറഞ്ഞുകൊണ്ടാ സ്വഹാബികളും അഷ്റഫ് ഖൽഖ് തങ്ങളും അവിടെ അധ്വാനിക്കുന്നത്. വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സ്വല്ലൈനാ. അല്ലാഹുവേ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നുവോ? നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ദാനം ചെയ്യുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് മനസ്സുകൾക്ക് സമാധാനം തരേണമേ. ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാം BC 3000 ഈജിപ്തിൽ ദഅവത്തിന് വന്ന മഹാനായ പ്രവാചകൻ, ഇന്ന് ജെറൂസലേമിൻ്റെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ നബിയുല്ലാഹി മൂസൽ കലീം അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് കരമാർഗം ഒരു വഴിയുണ്ട്. സൂയസ് കടലിൻ്റെ സൈഡിലൂടെ, സൂയസ് ഉൾക്കടലിൻ്റെ കരയിലൂടെ സിനായിലേക്കൊരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് പോകേണ്ടതിന് പകരം രാത്രി വഴി തെറ്റിയിട്ട് അവരറിയാതെ കരയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് കടലിൻ്റെ മുമ്പിൽ എത്തിപ്പെടുകയും ഫറോവയും അനുയായികളും മൂസ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും പിടിച്ചു കൊണ്ടുപോകാൻ കവാലറി അടക്കം കുതിരസംഘങ്ങളടക്കം അവരുടെ പിന്നാലെ ഓടി വരികയും ചെയ്തപ്പോൾ ഇന്നാ ലമുദ്റകൂൻ, മൂസ നബിയെ ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ എന്ന് ഇസ്രായേലുകൾ നിലവിളിച്ചു കരഞ്ഞ ഒരു നേരം. ഖാല കല്ലാ, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ അല്ലാഹു ഉണ്ട്, അവൻ എൻ്റെ കൈപിടിക്കും, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും. കൂടെയുള്ള 12,000 ആളുകളിൽ ഒരാൾക്ക് പോലും ഒരു പ്രതീക്ഷ തോന്നിയില്ല. എല്ലാവരും പറഞ്ഞു ഖാലൂ ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങൾ പിടിക്കപ്പെടുമല്ലോ എന്ന് പ്രതീക്ഷയില്ലാതെ പറയുമ്പോൾ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം പ്രതീക്ഷയുടെ വർത്തമാനമാണ് പറയുന്നത്. ഖല്ലാ, ഒരിക്കലുമില്ല, നമ്മൾ നഷ്ടപ്പെടില്ല.
നമ്മൾ കുടുങ്ങിപ്പോവില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, അള്ളാഹു എനിക്ക് മാർഗദർശനം കാണിച്ചു തരും. കോവിഡ് വന്നു, അതിനിടയ്ക്ക് പൗരത്വ പ്രശ്നങ്ങൾ വന്നു, ഒച്ചപ്പാടുകളും ബഹളങ്ങളും വന്നു. പലരും പേടിച്ചു, വല്ലാണ്ട് പേടിച്ചു പോയി. ചിലർ പിന്നെ സ്ഥലമൊന്നും വാങ്ങണില്ല, വിൽക്കണില്ല, ഇനി എന്തിന്, ആർക്ക്. പക്ഷേ മുഅ്മിനീങ്ങൾ പിടിച്ചു നിന്നു. അള്ളാഹുവിൻ്റെ ഖളാ ഇവിടെ നടക്കുള്ളൂ. ആ ഒരു നേരത്താണ് കോവിഡിൻ്റെ പ്രശ്നം വരുന്നത്. നോക്കണേ, അള്ളാഹുവിൻ്റെ ഇടപെടൽ. വേറെ ഒരു നിലക്കും അതിനെ പിടിച്ചു കെട്ടാൻ ഒരു വഴി നമ്മുടെ മുമ്പിൽ നമ്മൾ കാണാത്തൊരു നേരം അള്ളാഹുവിൻ്റെ ഇടപെടൽ, റബ്ബാനിയായ ഇടപെടൽ ഉണ്ടായത് നമ്മൾ മറന്നുപോയോ? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ ഖൈറുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അൽ ഖൈറു ഫി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ നന്മയുണ്ട്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ എന്നും ജീവിക്കേണ്ടത്. അങ്ങനെയാണ് ഖിയാമത്ത് നാൾ വരെ. കുറച്ച് കുരുത്തക്കേടൊക്കെ എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ നാട്ടിലും ഉണ്ടാവും. അത്യാവശ്യം ആരോഗ്യവും കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ കുരുത്തക്കേടുണ്ടാവും, അല്ലേ? അങ്ങനെ കുറേ കുരുത്തക്കേട് കളിച്ച് റിട്ടയർഡായ ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ. അപ്പോൾ കുറച്ച് നേരം അന്ധമായി ജീവിക്കുന്നൊരു സമയമുണ്ട്. പിന്നെ അങ്ങ് കണ്ണു തുറക്കും, പിന്നെ അവർ തൗബ ചെയ്ത് മടങ്ങും. ആ നന്നാവൽ വലിയൊരു മാറ്റമായിരിക്കും. ആ മാറ്റത്തിൽ മുമ്പത്തെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് വീണ്ടെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ പറയുമായിരുന്നു, ജാലിസു അത്തായിബീൻ, തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ പോയിരിക്കണം. മുമ്പ് കള്ളുടിയനായിരുന്നു, മയക്കുമരുന്നിൻ്റെ ഡീലറായിരുന്നു, ഇപ്പോൾ അവൻ നല്ല ഒന്നാന്തരം മുത്തഖിയായ ആബിദാണ്. അത്തരം ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണം, അവരെ നിങ്ങൾ അകറ്റി നിർത്തരുത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് പറയരുത്. എന്തേ കാരണം എന്നറിയോ? കാരണം അവരുടെ ഹൃദയം വളരെ ലോലമാണ്. അവരുടെ ഹൃദയം വളരെ ലോലമാണ്. അവരുടെ ഹൃദയങ്ങൾ വളരെ മൃദുവായിരിക്കും. അവർ പെട്ടെന്ന് കരയും. അവർക്കിനി ഒരിക്കലും തിന്മയിലേക്ക് പോവണ്ട. കാരണം അതിൻ്റെ മധുരവും കയ്പുമൊക്കെ അവർ അറിഞ്ഞവരാണ്. അതുകൊണ്ട് തിന്മകൾ ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ ഒരു നല്ല ഭാവിയുടെ സൂചനകളായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തിന്മ ചെയ്ത് നടക്കുന്നവരെ ഒരിക്കലും സ്റ്റാമ്പ് കുത്തി നരകത്തിലേക്കുള്ളവരാണെന്ന് നമ്മൾ ആർക്കും പറയാൻ അധികാരമില്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ച് പോലും വിധി പറയാൻ കഴിയാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് ആരും ആരെപ്പറ്റിയും അവര് മോശപ്പെട്ടവരാണ്, നന്നാവില്ല എന്ന് പറയല്ലേ. വയുഅ്ജിബുനിൽ ഫഅൽ, പുണ്യ നബി തങ്ങൾക്ക് നല്ലത് കേൾക്കാനായിരുന്നു ഇഷ്ടം. രക്ഷപ്പെടും, വിജയം വരും, നമ്മൾ രക്ഷപ്പെടും, അള്ളാഹുവിൻ്റെ സഹായം വരും, പടച്ചവൻ നമ്മളെ കൈവടിയില്ല, രോഗം ശിഫയാകും, അള്ളാഹു സലാമത്ത് നൽകും, അള്ളാഹു ആഫിയത്ത് നൽകും, ദാരിദ്ര്യം തീരും. നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയാണോ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വീടായിരിക്കാം, മക്കളുടെ കല്യാണമായിരിക്കാം, അവരുടെ വിദ്യാഭ്യാസമായിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഖൈറായത് അള്ളാഹു എനിക്കും എൻ്റെ മക്കൾക്കും തരും എന്ന് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കണം. ഫഅൽ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് എന്ന് പഠിപ്പിച്ച മതമാണിത്. ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം ഖൽബിൻ്റെ ഒരു ഇബാദത്താണ്. എല്ലാം നല്ലതായിട്ട് വരും, എല്ലാം ശരിയാവും, എല്ലാം റാഹത്തിലാകും എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നത് പോലും ഹൃദയത്തിൻ്റെ ഒരു ആരാധനയാണത്രേ. പടച്ചോനെ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണ് വേണ്ടത്. അല്ല എല്ലാം കുഴപ്പമായി, ഇനിയൊന്നും ശരിയാവൂല, ആകെ തകിടം മറിഞ്ഞു, ഇനി ഒരു കാര്യമില്ല, കാലൊക്കെ തീർന്നു, ഇനി ഖിയാമത്ത് നാളാണ്, നാളെ മറ്റന്നാൾ വരാൻ പോണത്, ഇങ്ങനെ നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഖതീബുൽ ബഗ്ദാദി മുജദ്ദിദീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു മഹാനവരുടെ ഒരു കിതാബുണ്ട്. അതിൽ 8-ാം നൂറ്റാണ്ടെത്തിയപ്പോൾ, ഇപ്പം നമ്മൾ ഹിജ്റ കലണ്ടർ പ്രകാരം 15-ാം നൂറ്റാണ്ടിലാണ്. 8-ാമത്തെ നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് ഒന്നുകിൽ ഇമാം മഹദിയാണ്, അല്ലെങ്കിൽ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ് എന്ന് മഹാനായ ഇമാം ഖതീബുൽ ബഗ്ദാദി എൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചു. അത് ശരിയായിരുന്നില്ല എന്ന് ഇപ്പം മനസ്സിലായി. വല്ലൊന്നു, ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാൻ പറഞ്ഞു കേട്ടോ. വല്ലൊന്നു സാമിനുൽ മഹ്ദിയു അവിൽ മസീഹുൽ മുഹ്തദി.
എൻ്റെ അഭിപ്രായ പ്രകാരം ഇനി 8-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ്, 1-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, 2-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് ഇമാമുന ശാഫിഈ തങ്ങൾ, അങ്ങനെ മുജദ്ദിദീങ്ങളുടെ ഒരു സിൽസിലയുണ്ട്, ഒരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മഹാൻ 8-ാം നൂറ്റാണ്ടുകാരനാണ്. മഹാന്മാർ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന മുജദ്ദിദ് ആരാണ്? ഇമാം മഹ്ദിയാണ്. ഖിയാമത്ത് നാളായിട്ടുണ്ട് എന്ന് അവർക്കന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 7 നൂറ്റാണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇത് എപ്പോൾ സംഭവിക്കും നമുക്കാർക്കും അറിയില്ല. അൽ ഗൈബ് ഇൻദല്ലാഹ്, പടച്ചവൻ മാത്രം അറിയുന്നൊരു വിഷയമാണ് എന്നാണ് ഖിയാമത്ത് നാൾ. ലോകമഹായുദ്ധങ്ങൾ 2 കഴിഞ്ഞപ്പോൾ 3 ആവാം, ഇനി 5 10 ഒക്കെ ആവാം, നമുക്കറിയില്ല എന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്. അതുകൊണ്ട് എനിക്ക് ശുഭാപ്തി വിശ്വാസം ഇഷ്ടമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശാജനകമായ സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പ്രതീക്ഷ നൽകിയത്. ഖന്തഖ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബികളെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു പാറക്കല്ല് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ പുണ്യമായ കൈകൊണ്ട് ആ ഒരു ഹാമർ എടുക്കുകയും വലിയൊരു പാറയിൽ നിബിതങ്ങൾ അവിടുത്തെ കൈകൊണ്ട് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലി ഹബീബായ തങ്ങൾ പാറയിൽ അടിക്കുകയും ചെയ്തു 3 തവണ. ആ വലിയ പാറ ഒരു മണൽ കൂനയായി മാറി എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. സ്വഹാബികളിൽ 25ഓളം ആളുകൾ ഒരുമിച്ച് അടിച്ചിട്ടും പൊട്ടാത്ത ഒരു പാറക്കല്ല് അഷ്റഫുൽ ഖൽഖിന്റെ മുഅ്ജിസത്ത് പ്രകാരം പുണ്യനബി തങ്ങൾ മെല്ലെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ പാറയിൽ അടിച്ചപ്പോൾ ആ ഓരോ അടിയിലും മിന്നൽ പിണർ പോലെ പ്രകാശം കടന്നു പോകുന്നത് സ്വഹാബിമാർ കണ്ടു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങടിച്ച ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ മിന്നൽ പിണർ പോലെ പ്രകാശം സ്ഫുരിക്കുന്നത് കണ്ടുവല്ലോ നബിയെ, എന്തായിരുന്നു അത്? ചോദ്യം നടക്കുന്ന സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. മദീന ഒരു കൊച്ചു നാടായിരുന്നു അന്ന്. മദീന ഒരു ചെറിയ നാടാണ് എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ ബഖീ. മദീനത്ത് പോയവരൊക്കെ ഒന്ന് കൈപൊക്കിയട്ടെ. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ മാഷാ അല്ലാഹ്. അല്ലാഹു ഹബീബിന്റെ ചാരത്തണയാനും പലതവണ സിയാറത്തിനെത്താനും ഹജ്ജും ഉംറയും ധാരാളം നിർവഹിക്കാനും ഹറമൈനുകളിൽ ഇബാദത്തിലിരിക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റബ്ബേ. ആമീൻ ആമീൻ പറഞ്ഞോളി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. നമ്മൾ വിചാരിക്കും അത്രയൊന്നും വേണ്ട ഉസ്താദ്, എനിക്ക് ഒരു പോക്ക് പോയാൽ മതിയേന്. അങ്ങനെയല്ല, കുറേ വട്ടം പോകണം തന്നെ ആഗ്രഹിക്കും. അള്ളാഹുവിനോട് സ്വർഗം മതി എന്ന് മാത്രമല്ല പറയേണ്ടത്, അള്ളാഹുവേ എനിക്ക് സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലെത്താൻ സാധിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ചെറുതാക്കരുത്, വലിയ ചോദ്യം തന്നെ ചോദിച്ചോളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുറേ തവണ ഹജ്ജ് ഉംറ മരിക്കണവരെ ആയിഷല്ലാഹ് കൂട്ടിത്തരാനെന്തായിരുന്നു വിളി. ഇൻഷാ അല്ലാഹ്. മദീന കൊച്ചു നഗരമാണ്. മദീനയുടെ ജന്നത്തുൽ ബഖീ നിങ്ങൾ പോയിട്ടില്ലേ? ആ ജന്നത്തുൽ ബഖീഇന്റെ ഏകദേശം മധ്യഭാഗത്തൊരു ഖബറുണ്ട്. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ജന്നത്തുൽ ബഖീഇന്റെ മാപ്പ് അറിയുന്ന ഉസ്താദ്മാർ പറഞ്ഞുതരും, അത് ഉസ്മാൻ തങ്ങളാണ്. ആ കെട്ടിൻ്റെ ഉള്ളിലുള്ള ഉസ്മാൻ തങ്ങളാണ്. ഉസ്മാൻ തങ്ങൾ വഫാത്താകുന്നത്, മഹാനവറുകൾ ഷഹീദാണല്ലോ. മഹാനവറുകളെ അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ കൊല ചെയ്യുകയായിരുന്നു. മഹാൻ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സൂറത്തുൽ അറാഫ് ഓതിക്കൊണ്ടിരിക്കെയാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖുർആൻ ഓതുന്ന നേരം സൂറത്തുൽ അറാഫ് ആവണം. മഹാനവറുകളുടെ രക്തം പുരണ്ട ഖുർആൻ ഇന്ന് താഷ്കന്റ് മ്യൂസിയത്തിലുണ്ട്. യുനെസ്കോ അടയാളപ്പെടുത്തിയത് ഇതിന് 1400 കൊല്ലം പഴക്കമുണ്ട് എന്ന് സ്റ്റാമ്പ് ചെയ്ത് യുനെസ്കോ അടയാളപ്പെടുത്തിയ ലോകത്തെ ഏറ്റവും അതിപുരാതനമായ ഖുർആനിൻ്റെ കോപ്പിയുള്ളത് താഷ്കന്റിലാണ്, ഉസ്ബെക്കിസ്ഥാനിൻ്റെ ക്യാപിറ്റലിൽ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് രാഷ്ട്രീയ വൈരാഗ്യമുള്ള ആളുകൾ മഹാനവറുകളെ
മദീനയിൽ മറവ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നും മദീനക്ക് പുറത്ത് ജന്നത്തുൽ ബഖീഇന്റെ പുറത്താണ് മഹാനവറുകളെ മറവ് ചെയ്തത് എന്നുമാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്ന ആ സ്ഥലം പഴയ മദീനയുടെ പുറമാണ്, മദീനക്ക് പുറത്താണത്. അപ്പോൾ എത്ര ചെറിയ നാടായിരുന്നു മദീന എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ വലിയ നഗരമാണ്, എയർപോർട്ടും മെട്രോ ട്രെയിനും സംവിധാനങ്ങളൊക്കെയുള്ളൊരു നഗരമാണ്. അന്ന് ജന്നത്തുൽ ബഖീഇന്റെ ഈ പകുതി മദീനക്ക് പുറത്താണ്. ഉസ്മാൻ തങ്ങൾ അവർ മദീനയിൽ മറവ് ചെയ്യാൻ വിട്ടില്ല എന്നാണ് ചരിത്രം. മദീനയുടെ പുറത്ത് നായകളും കുറുക്കന്മാരും ഓരിയിടുമായിരുന്ന കുറ്റിക്കാടിനുള്ളിലാണ് മഹാനവറുകളെ മറവ് ചെയ്തത് എന്ന ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ആ കൊച്ചു മദീന അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു നേരം മദീനയ്ക്ക് വേണ്ടി സുരക്ഷിതമായും മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി ഹബീബായ തങ്ങളും സ്വഹാബികളും അവരൊരുമിച്ച് ചെയ്ത കടുത്ത ത്യാഗമായിരുന്നു ഖന്ദഖ് എന്ന് പറയുന്ന കിടങ്ങുണ്ടാക്കിയത്. നബിയെ, അങ്ങയുടെ ഓരോ അടിയുടെ കൂടെയും ഞങ്ങൾ കണ്ട മിന്നൽ പിണറിന്റെ ഉദ്ദേശം എന്താണ്? അതെന്തായിരുന്നു നബിയെ? ചെറിയ ഒരു കൊട്ടിലൊന്നും അങ്ങനെ വലിയൊരു പ്രകാശം പുറപ്പെടേണ്ടതില്ലല്ലോ. ചെറിയൊരു പൊട്ടിടെ ഉണ്ടാവോ? വലിയൊരു കൊട്ടൊക്കെ ആണെങ്കിലും ഒക്കെ ഒരു ചെറിയ സ്പാർക്കൊക്കെ കണ്ടെന്ന് വരും അല്ലേ? അവിടുന്ന് വളരെ മെല്ലെ ബിസ്മില്ലാഹി എന്ന് ചൊല്ലി പുണ്യനബി തങ്ങൾ ഹംറ കൊണ്ട് പാറയിൽ കൊട്ടുന്നിടത്ത് 3 മിന്നൽ പിണറുകൾ ഉണ്ടായതിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ചത് നമ്മുടെ സ്വഹാഹുകളിൽ കാണാം. സ്വഹാബികളെ, ഒന്നാമത്തെ മിന്നൽ പിണറിന്റെ പ്രകാശത്തിൽ റോമൻ കോട്ടകളും കൊത്തളങ്ങളും റോമൻ അധികാര കേന്ദ്രങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. റോമിലേക്ക്, അതായത് ഇന്നത്തെ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഇസ്തംബൂൾ, അത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്നത്തെ യൂറോപ്യൻ ഭരണകൂടത്തെയാണ് റോം സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇറ്റലിയിലെ റോമല്ല, അതിന് റൂമിയ എന്നാണ് അറബിയിൽ പറയാ. റൂം എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ ഇസ്തംബൂൾ ആസ്ഥാനമായുള്ള അന്നത്തെ ഭരണകേന്ദ്രമാണ്. അവിടുത്തെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അവകൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുമെന്നാണ് അള്ളാഹു എനിക്ക് നൽകുന്ന ശുഭസൂചന എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത്. മദീന എന്ന കൊച്ചുനാടിനെ പോലും സംരക്ഷിക്കാൻ പെടാപാടുപെടുന്ന നേരത്ത്, ചെറിയ നാട് മദീന, അത് സുരക്ഷിതമാക്കാൻ കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് റോമൻ കോട്ടകൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരും. പിന്നെ പറഞ്ഞു, ഷാമിൻ്റെ കോട്ടക്കൊത്തളങ്ങളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഇന്നത്തെ ഫലസ്തീനും സിറിയയും ജോർഡാനും ലെബനോനും അടങ്ങുന്ന പ്രദേശങ്ങളാണത്. ആ പ്രദേശങ്ങൾ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് വരും. പിന്നെ പറഞ്ഞു, പേർഷ്യയുടെ കോട്ടകളെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. മൂന്നാമത്തെ മിന്നൽ പിണറിൽ അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഇറാനിയൻ ശക്തി, പേർഷ്യൻ ശക്തി എന്ന് പറയുന്നത്. ആ സാമ്രാജ്യം മുഴുവനും ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുമെന്ന് ഹബീബായ നബി തങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ സ്വഹാബികളോട് പറയുന്നത്. മദീന എന്ന കൊച്ചുനാടിനെ, ഈ ഒരു രാമന്തളിയുടെ അത്ര പോലും വലുപ്പമില്ലാതിരുന്ന മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങ് കുഴിക്കുന്ന നേരത്താണ് ലോകത്ത് അന്ന് തലയെടുപ്പുള്ള സാമ്രാജ്യങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പുണ്യനബി തങ്ങൾ പറയുന്നത്, ഇസ്ലാം ഇവിടേക്കെല്ലാം സമാധാനത്തോടെ പ്രചരിക്കും. അന്തസ്സോടെ നമ്മൾ അവിടങ്ങളിൽ കയറി ചെല്ലും. ദീനിന്റെ പ്രഭയും ശബ്ദവും വെളിച്ചവും അവിടങ്ങളിലേക്ക് എത്തും എന്ന് ഈ ഉമ്മത്തിന് നബി തങ്ങൾ പ്രതീക്ഷ നൽകുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കിടയിലായിരുന്നു. അതുകൊണ്ടാണ് വയുഅ്ജിബുനി അൽഫഅൽ, ശുഭാപ്തി വിശ്വാസം, നല്ലത് വരും, വിജയം വരും, അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. നിരാശ പറയുന്ന ആളുകൾ ജനങ്ങളിൽ ഒരുപാടുണ്ടാകും, നിരാശപ്പെടുത്തുന്നവരുണ്ടാകും. ഈ ഉമ്മത്തിന്റെ ഖൈറുകൾ തീർന്നുപോയി എന്ന് പറയുന്നവർ, ഒരാലിമ മരിച്ചുപോയാൽ പിന്നെ ലോകം തീർന്നു എന്ന് പറയുന്നവർ,
ഒരു നേതാവിൻ്റെ വിയോഗം സംഭവിച്ചാൽ ഈ ഉമ്മത്തിന് ഇനി ആരുമില്ല എന്ന് പറയുന്നവർ അങ്ങനെയല്ല. ഓരോ നൂറ്റാണ്ടിലും ഈ ദീനിന് ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകളെ, ഓരോരോ വിഷയത്തിലും ഉണർവ് നൽകുന്ന എത്രയോ മുജദ്ദിദുമാർ അലാ റഅസി മിഅതി കുല്ലി സനത്തിൻ അല്ലാഹു പറഞ്ഞേക്കും മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഓരോ കാലഘട്ടങ്ങൾക്കും അവരുടെ ദീനിന് അനുചിതമായ ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകൾ. ദഅവത്തിന്റെ രംഗത്ത് വരുന്ന മുജദ്ദിദുകളുണ്ട്, ഫിഖ്ഹിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തഫ്സീറിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, തസ്കിയത്തിൽ വരുന്ന മുജദ്ദിദുകളുണ്ട്, ആലമുൽ മഅരിഫത്തിൽ അല്ലാഹുവിന്റെ മുജദ്ദിദുകൾ വരാനുണ്ട്. ഇങ്ങനെ ദീനിന്റെ ഓരോരോ വിഷയങ്ങളിൽ ഈ ഉമ്മത്തിന് അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ചെയ്യുന്നതിൽ മുജദ്ദിദുമാർ, ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ മുജദ്ദിദുമാർ ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ഉമ്മത്തിന് വരാനുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും ഫഹുവ അഹ്ലകഹും. ഇമാം മുസ്ലിം തങ്ങളുടെ സ്വഹീഹിൽ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയാണ് അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ്. മഹാനവറുകൾ ഹൽ ലാ അദ്രി ഹൽ ദിവായ ബിർറഫ്ഇ അം ബിന്നസ്ബി. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും എന്നാണോ ഫഹുവ അഹ്ലകഹും എന്നാണോ പുണ്യനബി പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് റാവിയായ അബൂ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് സ്വഹിബ് മുസ്ലിം, മുസ്ലിം തങ്ങളുടെ റാവിമാരിൽപ്പെട്ട അബൂ ഇസ്ഹാഖ് തങ്ങൾ പറയുന്നു, രണ്ടിനും രണ്ടർത്ഥമാണ്. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും. ചെറിയൊരു ഹദീസാണ്, ഒന്ന് പറഞ്ഞു നോക്കി. മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകുഹും. വേറെ റിവായത്ത് മൻ ഖാല ഹലകന്നാസ് ഫഹുവ അഹ്ലകഹും. ഇത് രണ്ടും ഹദീസാണ്. മൻ ഖാല ഹലകന്നാസ്, ജനങ്ങൾ മുഴുവനും നശിച്ചു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഫഹുവ അഹ്ലകഹും, ആ പറഞ്ഞ ആളാണ് അവരെ നശിപ്പിച്ചത് എന്നാണ് അഹ്ലകഹും എന്ന് പറഞ്ഞാൽ അർത്ഥം. കാലൊക്കെ മോശമായി, ഒക്കെ കള്ളുടിയന്മാരാണ്, ക്യാമ്പസുകളൊക്കെ മോശമായി, എല്ലാവരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഡ്രഗ്സുമായിട്ട് നടക്കുകയാണ്. നമ്മുടെ നാടൊക്കെ പറ്റ തീർന്നു. വേദന കൊണ്ട് പറയുന്നതിന് വിരോധമില്ല, എന്നാൽ ഉമ്മത്തിൽ ഇനി ഒരു നന്മയുമില്ല എന്ന നിരാശയോടുകൂടിയാണ് പറയുന്നതെങ്കിൽ, ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്താനാണ് അങ്ങനെ പ്രസംഗിക്കുന്നതെങ്കിൽ, ആരെങ്കിലും അങ്ങനെ സൂചിപ്പിക്കുന്നതെങ്കിൽ ഫഹുവ അഹ്ലകഹും, ആ ആളുകളെ നശിപ്പിച്ചത് അവൻ തന്നെയാണ്, പറഞ്ഞ ആളു തന്നെയാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല ഹലകൽ മുസ്ലിമൂൻ ഫഹുവ അഹ്ലകുഹും, അങ്ങനെയും റിവായത്തുണ്ട്. മൻ ഖാല ഹലകൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഹലാക്കായിരിക്കുന്നു, മുസ്ലിമീങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകുഹും, ആ നശിച്ച മുസ്ലിമീങ്ങളിൽ ഏറ്റവും നശിച്ചവൻ ഈ പറഞ്ഞ ആളു തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിനർത്ഥം? നമ്മളാരും ഈ ഉമ്മത്തിനെ നിരാശപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയരുത് എന്നാണ് പറഞ്ഞതിനർത്ഥം. നിരാശപ്പെടുന്നവരല്ല നമ്മൾ. നമുക്കൊരു പക്ഷേ ഉത്ഥാന പതനങ്ങൾ ഉണ്ടാകാം, താഴ്ചയും ഉയർച്ചയും ഉണ്ടാകാം. ഏത് നാടിനും ഏത് മഹല്ലിനും ചില വളരെ സുമോഹനമായ വളരെ സുന്ദരമായ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകും. നമ്മുടെ രാമന്തളി മഹല്ല് ഒരു മഹല്ല് ശാക്തീകരണം ചെയ്യാൻ പോകുന്നു എന്ന് ഉസ്മാൻ സാഹിബോട് സൂചിപ്പിച്ചു. മഹല്ലിൻ്റെ പ്രസിഡന്റും കൂടിയാണല്ലേ, മാഷാ അല്ലാഹ്, മബ്രൂക്ക്. മഹല്ല് ശാക്തീകരണം ചെയ്യാൻ. അപ്പോൾ എന്നോട് വെച്ച് ഉസ്താദ് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അബുദാബി ഇസ്ലാമിക് സെൻറ്ററിനെ പോലത്തെ വലിയൊരു സംവിധാനത്തെ നയിച്ച നേതാവിനോട് ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു, ഉസ്മാൻ സാഹിബ് നിങ്ങളെ അഭിപ്രായം തന്നെ ഇവിടെ പറഞ്ഞാൽ കാര്യം നടക്കും, ഉഷാറാകുമെന്ന് പറയായിരുന്നു. നമ്മുടെ മഹല്ലിനെ ശക്തിപ്പെടുത്തണം. നമ്മുടെ മഹല്ലിൻ്റെ ഓരോ വീടുകളും അതിൻ്റെ സെൻസസ് എടുത്ത് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ കോച്ചിങ് കൊടുത്ത് നമ്മുടെ യുവാക്കളെ ദീനിൻ്റെ തണലിലും അറിവിലും നിലനിർത്താനുള്ള സംവിധാനങ്ങൾ എല്ലാ മഹല്ലും ചെയ്യേണ്ടതാണ്. അപ്പോൾ ചില കമ്മിറ്റികൾ വരുമ്പോൾ ഒരു മഹല്ലിൻ്റെ സുവർണ്ണ കാലഘട്ടമായിരിക്കും.
അടുത്ത കമ്പനി അത്ര ഉഷാറായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ വീണ്ടും ഉഷാറാവും, വീണ്ടും ചെറിയ തളർച്ച വരും, ഒരു ഉറക്കം വരും, വീണ്ടും ഉണരും. അങ്ങനെ പരാജയങ്ങളെപ്പോലെ തളർച്ചയും ഉണർവും ഉണ്ടാകും, പരാജയവും വിജയവും ഉണ്ടാകും. ഇത് ഉമ്മത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു തളർച്ച വരുമ്പോഴേക്കും ആകെ തളർന്നു ഇനി എണീക്കൂല എന്ന് പറയരുത് എന്നാണ്. ഒരു രോഗിയെക്കുറിച്ച് പോലും അങ്ങനെയല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ഒരാൾ പാരലൈസ് ആയിട്ട് കിടക്കുക, സ്ട്രോക്ക് വന്നു, ഡോക്ടർമാരൊക്കെ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു നടക്കൂല, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സമയം വൈകിപ്പോയി, ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കായിരുന്നു, പക്ഷേ ഇത്ര ഫ്രീക്വൻസിൻ്റെ ഉള്ളിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആ രോഗിയുടെ മുമ്പിൽ വെച്ച് എന്താ ഇപ്പം ചെയ്യലേ, നിങ്ങൾ എണീക്കൂല എന്നപ്പോൾ ഡോക്ടർ പറയണത്, അതിലൊന്നും വിഷമിക്കേണ്ട കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. എന്താ പറയേണ്ടത്? അല്ലാഹുവല്ലേ ശിഫ നൽകുന്നത്. ഇഞ്ചക്ഷൻ വെച്ചാലും ഇല്ലെങ്കിലും, സർജറി ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ എണീപ്പിച്ച് നിർത്താൻ പറ്റുമല്ലോ. അള്ളാഹു ഖാദിറല്ലേ, നമുക്ക് ദുആ ചെയ്യാലോ. സ്വതഖകൾ ചെയ്യും, ദാനധർമ്മങ്ങൾ ചെയ്യും, അമല സ്വാലിഹാറ്റ് മുൻനിർത്തി നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു സാധിപ്പിച്ചു തരും, അള്ളാഹു ശിഫ തരും എന്നു തന്നെ പറയാവൂ ഏത് രോഗികളോടും. കാരണം ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ദുആ ചെയ്ത ഉസ്താദിന്റെ ദുആയിൽ ഞാനത് കേട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അള്ളാഹു മഹാന്റെ ഒരു വാക്കുദ്ധരിക്കുകയാണ്, എൻ്റെ റബ്ബാണ് ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത്. ശിഫ നൽകുന്നത് അള്ളാഹുവാണ്. ഡോക്ടർമാർ ഞങ്ങളുടെ കയ്യിൽ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞാലും, മരുന്ന് ഈ ബോഡിയിലേക്ക് ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞാലും, ഞങ്ങളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് സാധ്യമല്ല എന്ന് പറഞ്ഞാലും, ഫഹുവ യശ്ഫീൻ, എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹുവാണ് എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അംബിയാഇന്റെ ആ ഒരു തത്വമാണ് മുഅ്മിനീങ്ങൾ കൈപിടിക്കുന്നത്. ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ മരുന്ന് കഴിക്കണം. ഫഇന്നല്ലാഹ ലം യദഅ ദാഅൻ ഇല്ലാ വവളഅ ലഹു ദവാഅ, അല്ലാഹു ഏതൊരു മരുന്നിനും ഏതൊരു രോഗത്തിനും മരുന്ന് വെച്ചിട്ടുണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, ആ മരുന്ന് അറിയുന്നവർക്കറിയാം ഏതാണ് മരുന്നെന്ന്, അറിയാത്തവർക്കറിയില്ല. പക്ഷേ മരുന്നില്ലാത്ത ഒരു രോഗവും ഈ ലോകത്തിലില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ചികിത്സിക്കണം, ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, ഡോക്ടറെ പോയി കാണണം എന്ന് ഹബീബായ നബി തങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതൊരു സബബാണ്. ശിഫ നൽകുന്നത് ഡോക്ടറാണോ? അല്ല, അതൊരു കാരണക്കാരനാണ്. അങ്ങനെ ഡോക്ടർമാർ മരിക്കാൻ പാടില്ലല്ലോ, ഒരു മരിക്കണില്ല, ഒരു അസുഖം വരുന്നില്ലേ. എന്തേ? ശിഫ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഗുളിക കുടിക്കുമ്പോൾ ഈ ഗുളിക കൊണ്ടാണ് മാറട്ടെ, അങ്ങനെയല്ല. അള്ളാഹുവെ ഞാൻ ഗുളിക കുടിക്കുകയാണ്, മാറ്റിത്തരുന്നവൻ നീയാണ് റബ്ബേ, ബിസ്മില്ലാഹ്. അങ്ങനെയാണ് മരുന്ന് കുടിക്കേണ്ടത്. ആ ഡോക്ടർ മരുന്ന് കുടിച്ചാണ് മാറും, വേറെ ഡോക്ടറായാൽ മാറൂല. അല്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൊണ്ടേ മാറുള്ളൂ, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലേ മാറുള്ളൂ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. സബബുകളാണ്, അതതിൻ്റെ കാരണമാണ്. അള്ളാഹ് ശിഫ വിധിച്ചിട്ടുണ്ടോ? വിധിക്കും. ഇല്ലേ? ഡോക്ടർ പറയും മരുന്നൊന്നും ഫലിക്കണില്ല. എന്തു തന്നെയായാലും ഒരു രോഗിയോട് പോലും നിരാശയിൽ പറയരുത്. 99 വയസ്സായ ഉമ്മയാണ്, വയസ്സായി കിടക്കുകയാണ്. എന്താ തോരക്കേണ്ടത്? വല്യമ്മാനെ നല്ലവർക്ക് മരിപ്പിക്കണമെന്നാ? അല്ല, വല്യമ്മാക്ക് ശിഫ കൊടുക്കണമെന്നാ തോരക്കേണ്ടത്. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ, അങ്ങനെ തോർക്കാവൂ. നമ്മളൊരു 80-85 കഴിഞ്ഞാൽ പിന്നെ ദുആ, അതെ തീരെ വയ്യ, പ്രായമായിക്കണേ, പിന്നെ എനിക്ക് നടന്നിട്ടൊക്കെ കുറേ കാലമായി, ഇപ്പോൾ കിടപ്പാണ്, നല്ല നിൽക്കേണ്ട പോയി കിട്ടാൻ വേണ്ടി ഈമാൻ കിട്ടി സലാമത്താകാൻ തോരന്നൊക്കെയെന്ന് പറയും. അത് തോരക്കണം, പക്ഷേ മരിക്കാൻ വേണ്ടി തോരക്കരുത്. എന്നാണോ മരിക്കണത് അള്ളാഹു അപ്പം ഈമാൻ കൊടുക്കണേ, അല്ലെങ്കിൽ ഈമാൻ സലാമത്തായി കൊടുക്കണം. പക്ഷേ ഏതൊരു രോഗിക്കും ശിഫ കിട്ടണം. മരിക്കുമ്പോൾ രോഗിയായിട്ട് തന്നെ മരിക്കണമെന്നൊന്നുമില്ലല്ലോ, ആഫിയത്തിന് മരിച്ചൂടെ? അള്ളാഹുവിനോട് ശിഫാഇനെ ചോദിക്കണം. ഒരു പക്ഷേ ആ ശരീരത്തിന് 120 വയസ്സ് വരെ അള്ളാഹ് ആയുസ് എഴുതിക്കണമെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ? അതുകൊണ്ട് പ്രായമായി വയ്യാണ്ടായി ഇനി എണീക്കൂല, അതൊക്കെ നമുക്ക് തോന്നുകയാണ്. അള്ളാഹുവിൻ്റെ ഖലായിൽ ചിലപ്പോൾ മറിച്ചാണെങ്കിലോ. അതുകൊണ്ട് ശിഫ കൊടുക്കണേന്നേ തോർക്കാവൂ. എന്തല്ല മരിപ്പിക്കണേ, എല്ലാവരും കുഴങ്ങിക്കിട്ട് നോക്കിയിട്ട് ഇനി ആവുന്നില്ല, നോക്കാനൊന്നും ആളില്ല, പഠിച്ചവനെ വേഗം കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനൊന്നും പറയരുത്. നാളെ നമുക്ക് ഈ അവസരം വരുന്നു ആലോചിക്കുക. ഞങ്ങളിങ്ങനെ ഉഷാറായി ബോധമില്ലാണ്ട് കിടക്കുക. അപ്പോൾ അടുത്തുനിന്ന് തന്നെ കുട്ടി പറയാം, അമ്മ വാപ്പാനെ വേഗം കൊണ്ടുപോകാൻ വേണ്ടി തോരുന്നൂടെ
എത്ര കാലമായി ഈ കിടക്കണ വാപ്പ വല്യപ്പ എന്ന് പറയുമ്പോൾ പടച്ചോനെ എൻ്റെ കുട്ടി പറയണ കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ കഴിയാത്തൊരു രംഗമുണ്ടാവും. ഇത് കേൾക്കുന്നുണ്ട്, ബോധമുണ്ട്. കുട്ടിയെ പറയല്ലേ, വാപ്പാക്ക് മരിക്കാനൊന്നും പൂതിയായിട്ടില്ല എന്ന് തിരിച്ചു പറയാൻ കഴിയാത്തൊരു നേരം എന്തൊരു വിഷമായിരിക്കും. അതുകൊണ്ട് രോഗിക്ക് പോലും പ്രതീക്ഷയാണ് കൊടുക്കേണ്ടതെന്നാണ്. മരിക്കാൻ തോർക്കണം എപ്പെന്നറിയോ? ഒരു നിയമം വന്ന് നിസ്കരിക്കാൻ പറ്റൂല, നോമ്പെടുക്കാൻ പറ്റൂല, ദീനനുസരിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ശർഈയായ നമ്മുടെ ബാധ്യതകൾ പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഒരു മുസീബത്ത് വന്നാൽ അപ്പോൾ തോർക്കണം, അല്ലാഹുവേ ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കണമേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണമേ. അത് അപ്പോഴേ തോർക്കാവൂ. നിസ്കരിക്കാൻ പറ്റൂല, ഒന്നിനും പറ്റൂല, പിന്നെ എന്താ ഇവിടെ നടന്നിട്ട് കാര്യം? തിന്നുക, കുടിക്കുക, ഉറങ്ങുക, വേറൊന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനു ജീവിക്കണം? അല്ലാഹുവേ അങ്ങനെയാണെങ്കിൽ അല്ലാഹുമ്മ ഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വഅമിത്നി മാ കാനൽ മമാതു ഖൈറൻ ലി. ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്കണമേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് പോലും ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാട് വരുമ്പോഴാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖാല ഹലക്കന്നാസ് ഫഹുവ അഹ്ലകഹും. ആരാണോ ജനങ്ങളൊക്കെ നശിച്ചുപോയി എന്ന് പറയുന്നത്, ആളുകളാണ് അവരെ നശിപ്പിച്ചത് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ ഹദീസിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ഖാല ദാലിക തഹസ്സുനൻ ലിമാ യറാ ഫിന്നാസ് ഫലാ അറാ ബിഹി ബഅസാ. ജനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ച്യുതി, സാംസ്കാരികമായ പതനം, അത് കണ്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് ആ പറയുന്നതെങ്കിൽ, ജനങ്ങൾ നശിച്ചു പോയല്ലോ എന്ന് പറയുന്നതെങ്കിൽ ഫലാ അറാ ബിഹി ബഅസാ, അതിന് കുഴപ്പമില്ല. വിഷമം കൊണ്ട് പറയാണ്, മോശായല്ലേ, ജനങ്ങളൊക്കെ പറ്റ മോശായല്ലോ. വഇദാ ഖാല ദാലിക അജബൻ ബിനഫ്സിഹി, ആ ആള് മാത്രം നല്ലവനാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെയാണ് ഇങ്ങനെ പറയരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി